കേൾക്കുമ്പോൾ നമുക്ക് വിചിത്രമായി തോന്നാമെങ്കിലും ആമകൾ മുങ്ങി മരിക്കും. നമ്മൾ പഠിച്ചതൊക്കെ കറക്റ്റാണ്. ആമകൾ കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കും. പക്ഷേ വെള്ളത്തിൽ ആമകൾക്ക് ശ്വസിക്കാനുള്ള സംവിധാനമില്ല. മീനുകളെപ്പോലെ ചെകിളകളില്ല. അതുകൊണ്ട് തന്നെ ആമകൾ മുകളിൽ വന്നാണ് ശ്വസിക്കുന്നത്. വെള്ളത്തിനടിയിൽ നിൽക്കുന്നത് ശ്വാസം പിടിച്ചുകൊണ്ടും. ഈ ശ്വാസം പിടിക്കാനുള്ള കഴിവ് ഓരോ തരം ആമയ്ക്കും വ്യത്യസ്തമാണ്. മാത്രമല്ല ഒരേ സ്പീഷീസിലെ പല പ്രായത്തിലുള്ള ആമയ്ക്കും വ്യത്യസ്തമാണ്. ചില ആമകൾ 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ശ്വാസം പിടിക്കുമ്പോൾ മറ്റു ചില ആമകൾ 50 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ, അതായത് 1 മണിക്കൂർ വരെ ശ്വാസം പിടിച്ചു നിൽക്കും. പക്ഷേ ഉറങ്ങുമ്പോൾ ഇതല്പം വ്യത്യസ്തമാണ്. ആമകൾ ഉറങ്ങുമ്പോൾ ഹൈബർനേഷനിലേക്ക് പോകുന്നതുകൊണ്ട്, അതായത് നമ്മുടെ മൊബൈലൊക്കെ ബാറ്ററി സേവ് ഫംഗ്ഷനിലേക്ക് മാറ്റുമല്ലോ, അത്തരമൊരു പ്രക്രിയയിലേക്ക് ആമകൾ പോകുന്നതുകൊണ്ട് ഓക്സിജന്റെ അളവ് വളരെ കുറച്ച് മതിയാകും. അങ്ങനെയാകുമ്പോൾ ശ്വാസം പിടിച്ചുകൊണ്ട് 4 മുതൽ 5 മണിക്കൂർ വരെ ആമകൾ വെള്ളത്തിനടിയിൽ ഉറങ്ങും. എന്തിനാണ് ആശാനെ ഇത്ര ബുദ്ധിമുട്ടി വെള്ളത്തിനടിയിൽ നിൽക്കുന്നത് എന്ന് ആമകളോട് ചോദിക്കാൻ വരട്ടെ. ആമകൾക്ക് പല സംഗതികളും വെള്ളത്തിലേ ചെയ്യാൻ പറ്റും. ചിലതരം ആമകൾക്ക് ഭക്ഷണം പോലും വെള്ളത്തിലേ കഴിക്കാൻ പറ്റും. വെള്ളത്തിൽ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ സൂപ്പിൽ നിന്ന് നൂഡിൽസ് വായ കൊണ്ട് വലിച്ചെടുക്കുന്നത് പോലുള്ള ഒരു പ്രവൃത്തി. വെള്ളത്തിൽ നിന്ന് ഇരകളെ വലിച്ചെടുക്കും. അധികം വരുന്ന വെള്ളം സ്പോഞ്ചിൽ നിന്നും വെള്ളം പിഴിയുന്നത് പോലെ വായ അമർത്തി വെക്കുമ്പോൾ മൂക്കിൽ കൂടെയും ചുണ്ടിൽ കൂടെയും ആ വെള്ളം പുറത്തു പോകും. ഇങ്ങനെ ഇരയെ വിഴുങ്ങാൻ വെള്ളം കൂടിയേ മതിയാകൂ എന്നാണ് സയന്റിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും പല പ്രവൃത്തികളും വെള്ളത്തിനടിയിൽ മാത്രം ചെയ്യാനാവുന്നതുകൊണ്ട് കടലാമകൾക്കൊക്കെ വെള്ളത്തിനടിയിൽ ജീവിച്ചേ മതിയാകൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷനിൽ ആ കാര്യമുണ്ട്. ഓക്സിജൻ വേണേൽ പുറത്തു വരണം. നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം പിടിക്കാനുള്ള കഴിവനുസരിച്ച് ആ നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തു വരാൻ പറ്റിയില്ലെങ്കിൽ ആമകൾ മുങ്ങി മരിക്കും. പക്ഷേ ഇത് അപൂർവമായേ സംഭവിക്കൂ എന്നതാണ് കാര്യം.